ആ എഴുതിയത് മുഖാമുഖം എന്നാണ്. ദേവ സമിതി ചങ്കകുളം മണ്ഡലം മുഖാമുഖം. ഞാനത് കാണുന്നു, അള്ളാഹു അത് കാണുന്നു. സമല്ലേ? ഒരു മിനിറ്റ് സബുറാക്കി. ഞാൻ കാണുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. പക്ഷെ എന്റെ കഴിവ് അള്ളാഹുത്തെ എനിക്ക് തന്ന കഴിവാണ്. അള്ളാഹുവിന്റെ കഴിവോ അത് ആരും കൊടുത്തല്ല. അള്ളാഹുവിന്റെ കഴിവ് ഖദീമാണ്, എന്റെ കഴിവ് ജദീദാണ്. എന്റെ കഴിവ് എപ്പോഴും അള്ളാഹു താലാക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതാണ്. അള്ളാഹുവിന്റെ കഴിവ് ആർക്കും എടുത്തു മാറ്റാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള വ്യത്യാസത്തോട് കൂടെ കാണുമ്പോൾ അതിൽ തെറ്റില്ല. ആ കാന്തപുരം പറഞ്ഞതെന്തല്ല, ഒന്നും തെറ്റല്ല, വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ കഴിവുകളെല്ലാം ഖദീമായ കഴിവാണ്, മനുഷ്യരുടെ കഴിവ് ജദീദാണ്. അള്ളാഹ് ജനങ്ങൾക്കുള്ള കഴിവൊക്കെ അള്ളാഹുവിനെ കൊടുക്കുന്നതാണ്. അത് എപ്പോഴും എടുത്തു മാറ്റാൻ അള്ളാഹുവിന് കഴിവുള്ളതാണ്. അതാണ് അതിലുള്ള വ്യത്യാസം. ഒരു മിനിറ്റ് നിങ്ങൾ ആയിക്കോട്ടെ. അപ്പൊ ലോകത്ത് ശിർക്കേ ഉണ്ടാവില്ല, ലോകത്ത് ശിർക്കനുണ്ടാവില്ല. അബൂജഹൽ നിങ്ങളെ മുമ്പിൽ നിൽക്കും. ഇമാമായിട്ട് അബൂജഹൽ നിൽക്കുന്ന അബൂജഹൽ വേണ്ട. ഇനി ഞാൻ പറയട്ടെ. ഞാൻ കേട്ട് പറഞ്ഞോളി, അത് കേട്ടിട്ട് പറഞ്ഞോളി. ഞാൻ കേട്ടിട്ട് പറഞ്ഞോളി, പറഞ്ഞ് കേൾക്കട്ട് നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ സമയം തരാം, നേരം വെളുക്കോളം സമയം തരാം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അതായത് ഇതിലെഴുതി എന്താ, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിന് ന്യായം ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിയാരെ സംഗതി ബേജാറ് തന്നെയാണ്. നിങ്ങൾ കേൾക്കണം, സുന്നത്തായിരിക്കുന്ന അമല് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാനാവും കാല് ഞാനാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം കൈയും കാലോ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനക്ക് കഴിവ് കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് കൈയും കാലോ എന്ന് പറഞ്ഞാൽ കൈയും കാലോ എന്നല്ല. എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്ന കഴിവ് അള്ളാഹു തആല കൊടുക്കുമ്പോൾ അത് കിട്ടും എന്നല്ലാണ്ട് അള്ളാഹുവിന്റെ സിഫത്തിലാണ് പങ്കുചേർന്നതല്ല. അള്ളാഹുവിന്റെ സിഫത്ത് ഖദീമാണ്, മനുഷ്യനിക്കുള്ള സിഫത്തൊക്കെ ജദീദാണ്. മനുഷ്യന്റെ സിഫത്തും കഴിവും അള്ളാഹു തആല എപ്പോഴെടുത്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ എടുത്ത് മാറ്റാം. അള്ളാഹുവിന്റെ കഴിവ് മാറ്റാൻ പറ്റില്ല. ഇതാണല്ലോ വ്യത്യാസം. ഈ വ്യത്യാസത്തോട് കൂടി കാണുമ്പോൾ അതിൽ ശിർക്കല്ല. ഇനി മറ്റൊന്ന്, ഇങ്ങനെ കണ്ടാൽ ശിർക്കാവുമെന്ന് ലോകത്ത് അറിയപ്പെട്ടതായിരിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഞാൻ പറയട്ടെ, ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ഒരു മിനിറ്റ്, ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ഏത് പണ്ഡിതനാവട്ടെ ഒരു 10 ഹദീസ് കൃത്യമായി അതിന്റെ റിപ്പോർട്ടർമാർ സഹിതം പറയാൻ കഴിവുള്ളവരെന്ന് കുറവാണ്. അതേ സ്ഥാനത്ത് ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് കാണാപ്പാടം അറിയുന്നവരാണ്. അങ്ങനത്തെ ഇമാമുൽ ഷാഫിയോ ഹനഫിയോ ഹംബലിയോ മാലിക്കിയോ ഈ വിഷയത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കിതാബ് നിങ്ങൾ തെളിവ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അംഗീകരിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അതല്ലേ വേണ്ടത്. അപ്പൊ ഇമാം ഷാഫിക്ക് ഈ സാധനം പരിചയമേ ഇല്ല. ഇമാം ഷാഫി CM സ്മൃതി വായിച്ചിട്ടില്ലല്ലോ. ഉണ്ടെങ്കിലോ ഇതാ അങ്ങനെ ഞിരിക്ക് നിങ്ങൾ കേൾക്ക്, പറഞ്ഞു കേൾക്ക്. നിങ്ങൾ പറഞ്ഞ സ്വസ്ഥമായി കേട്ടല്ലോ, നിങ്ങൾ കേൾക്ക്. ഈ വാചകം ഞാൻ നിങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, സുന്നത്ത് കൊണ്ട് എന്നേക്ക് അടുത്താൽ എന്ന് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ധരിച്ചതാണ്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. ആ ഹദീസ് വിശദീകരിച്ച ലോകത്തെ അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർ, ഇമാം ഷാഫി സ്വഹീഹ് ബുഖാരി വന്ന ഹദീസ് ഏകദേശമൊക്കെ ഇമാം ഷാഫിക്കും അറിയാലോ, ഇമാം ഷാഫിക്കും അറിയാമല്ലോ. 10 ലക്ഷം എത്ര ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇമാം ഷാഫി ആ ഹദീസ് കണ്ടിട്ടുണ്ട്. ഇമാം ഷാഫി ആവട്ടെ, അബൂ ഹനീഫ ഇമാം ആവട്ടെ, ഇമാം മാലിക് ആവട്ടെ, ഇമാം അഹ്മദ് ഹംബൽ ആവട്ടെ റഹിമഹുമുല്ലാ, അല്ലാത്തവരാകട്ടെ, അവരാരെങ്കിലും ഈ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ട് അള്ളാഹു കാണും പോലെ കാണുമെന്നോ അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്നോ അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നോ എഴുതി വെച്ചൊരു വാചകം ഉസ്താദെ ഖിയാമത്ത് വരെ കിട്ടൂല, ഖിയാമത്ത് വരെ കിട്ടൂല. പറഞ്ഞു കഴിയട്ടെ ഇരുന്നോളി. ആ തെളിവെന്നെ പറയണത്. നിങ്ങൾ പുതിയ സാധനം എഴുതിണ്ടാക്കുക, അതിന് ഇമാം ഷാഫിന്റെ കിതാബ് കാണണം, അത് നടക്കൂല. നിങ്ങൾ ഇവിടെ കാന്തപുരം ഉള്ളാത്തങ്ങൾ എഴുതുക, എന്നിട്ട് പല ഇത് ശിർക്കാണ് ഇമാം ഷാഫി പറയണം, അത് പറയില്ലല്ലോ. നേരെ മറിച്ച് ഈ എഴുതി വെച്ചത് എന്താ, ഈ എഴുതി വെച്ചത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിന് വേറെ ഒരു വ്യാഖ്യാനവും ഇല്ല. ഇതിലേക്ക് ഞാൻ പറഞ്ഞു കഴിയോട്ടെ, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ ബേജാറായി ഇരുന്നോളി, സ്വസ്ഥമായി ഇരുന്നോളി. നമ്മൾ മാനിക്കുന്നു ബഹുമാനിക്കുന്നു, നിങ്ങൾ ചോദിച്ചോളി, കുഴപ്പമില്ല. പക്ഷെ ഇത് കേൾക്കി. യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതാണ് സാധാരണക്കാരായ പ്രസംഗിക്കാൻ പോണ അലവി സഖാഫിനെ പോലുള്ള മൂലയന്മാരൊക്കെ തെളിവായി പറയാറുള്ളത്. പക്ഷേ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് സ്നേഹത്തോട് കൂടി സൂചിപ്പിക്കാനുള്ളത്, ആ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങൾ കിട്ടും, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കിട്ടും. സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയവർ ഇമാം അസ്ഖലാനി ഫതുഹുൽ ബാരി, നിങ്ങൾ പരിശോധിച്ചോളി. ഫതുഹുൽ ബാരി ആ ഹദീസിന് 7 വ്യാഖ്യാനം കൊടുത്തു. 7 വ്യാഖ്യാനങ്ങളിൽ ഒന്നുപോലും നിങ്ങൾ ഈ പറഞ്ഞ വ്യാഖ്യാനം ഇല്ലെന്നു മാത്രമല്ല, ഈ നയത്തെ വിമർശിക്കാൻ അദ്ദേഹം അതിൽ വരികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നയത്തെ വിമർശിക്കാൻ
അദ്ദേഹം അതിൽ വരികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിനെ ലോകത്ത് വിശദീകരിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആരൊക്കെയുണ്ടോ ആ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി സ്വസ്ഥമായി നിങ്ങൾ അന്വേഷിക്കുക. ആ കിതാബ് നിങ്ങൾ സംഘടിപ്പിക്കുക, അത് നിങ്ങൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ഇപ്പൊ പല ന്യായം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും പറഞ്ഞ ന്യായമല്ല. അവരാരും അത് കണ്ടിട്ടില്ല, അവരാരും പരാമർശിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഉസ്താദുമാര് ന്യായമുണ്ടാക്കി പറഞ്ഞത് അത് അപ്പടി വിശ്വസിച്ചു എന്ന് മാത്രം, അത് വിശ്വസിക്കാവതല്ല. അതുകൊണ്ട് അള്ളാഹു കാണും പോലെ കാണുമെന്നോ കേൾക്കും പോലെ കേൾക്കുമെന്നോ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമാണ് അള്ളാഹിന്റെ സിഫത്ത് വകവെച്ചു കൊടുക്കൽ. അള്ളാഹിന്റെ സിഫത്ത് വകച്ചു കൊടുക്കൽ, അള്ളാഹിന്റെ സിഫത്ത് സൃഷ്ടിക്കൊടുത്താൽ ശിർക്കല്ലാന്ന് ആർക്കൈപ്പായുണ്ടോ? അള്ളാഹിന്റെ സിഫത്ത് വകച്ചു കൊടുത്താൽ ശിർക്കല്ലാരെയും പറയോ? ഇവിടെ അതാണ്ടായത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുക, അള്ളാഹു കാണുന്നത് പോലെ കാണുക, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുക. ഞാൻ തീർത്തു പറയുന്നു, ഇത് കൊടിയ ശിർക്ക് തന്നെയാണ്. അത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹ് വ്യക്തമായി പഠിപ്പിച്ചതാ, ഹൽ തഅലമു ലഹു സബിയ്യ, അള്ളാഹിനോട് പേരൊത്തവനെ നിനക്കറിയുമോ എന്ന് സൂറത്ത് മർയമിൽ. അതേപോലെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിൽ പറഞ്ഞു, റഹ്മാനായ റബ്ബിന് സമ്പന്നന്മാരായി ആരും തന്നെ ഇല്ല, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല. സൂറത്ത് ഇഖ്ലാസിൽ പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. നബി തങ്ങൾ വിശദീകരിച്ചു, അള്ളാഹുവിന്റെ റസൂലിനോട് മാഷാ അല്ലാഹു വശിത്ത, നബിയെ താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹബീബ് തങ്ങൾ പറഞ്ഞെന്താ, അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അത്ര വ്യക്തമായി ആയത്തിലും ഹദീസിലും പരാമർശിക്കപ്പെടുന്നു. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആ നിലയ്ക്ക് തന്നെയാണ് വിശ്വാസത്തെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട വാചകം അത് ഏകദേശം 10-30ഓളം കൊല്ലമായി മലയാളത്തിൽ എഴുതി പ്രചരിപ്പിച്ചിട്ട് ഇന്നേ വരെ തിരുത്തങ്ങൾ കണ്ടിട്ടില്ല. പിന്നെയും ന്യായീകരിക്കുകയാണ്. മാത്രവുമല്ല, ഇമാം ഷാഫിയുടെ പ്രമാണം ചോദിക്കുന്ന ആളുകൾ എന്താണാവോ അഖീദയിൽ അശ്അരിയിലേക്ക് പോയത്. കർമ്മശാസ്ത്രത്തിൽ ഷാഫി ഹനഫി തുടങ്ങി 4-1, വിശ്വാസത്തിലോ 2-1 അശ്അരി മാതുരിദി. ഇമാം ഷാഫിന്റെ വിശ്വാസം എന്തോ സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്നാണല്ലോ അതിനർത്ഥം. പോട്ടെ, വിഷയം അതല്ല. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ഹദീസിനെ നിങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളെ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പരിശോധിക്കാൻ, ഒന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഒരു ഉപദേശമല്ല. നിങ്ങൾക്ക് എത്രയോ പ്രായം കുറഞ്ഞ ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ഹക്കാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിന് കിട്ടാവുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാവും ഇവിടെ ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ന്യായങ്ങളൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞുണ്ടാക്കുക, സാധാരണക്കാർക്ക് സാധാരണ കഴിവ്, അസാധാരണക്കാരന് അസാധാരണ കഴിവ് നമ്മൾ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല. അല്ലാഹു അഅലം.